ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ രാവിലെ തന്നെ യാമിക്കുട്ടിക്ക് കുറുക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ്. യാമിക്കുട്ടി ജനിച്ചിട്ട് ഇപ്പൊ ഇത് 6 മാസമായി. അതിനുശേഷം ആദ്യമായിട്ട് നമ്മൾ യാമിക്കുട്ടിനെ കൊണ്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതുവരെയായിട്ട് പോയിട്ടില്ല. ഞാൻ പ്രഗ്നൻസിയിൽ ഒരു 5-ാം മാസമായിട്ടാണ് ലാസ്റ്റ് പോയിട്ടുണ്ടായി. അതിനുശേഷം പോയിട്ടേ ഉണ്ടായിട്ടില്ല. അപ്പൊ കുറുക്കെല്ലാം കൊടുത്ത് സെറ്റ് ആക്കിയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പം ഇന്നത്തെ പോക്കിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ 2 അമ്മമ്മമാരെ യാമിനെ കാണിക്കുക എന്നുള്ളതാണ്. അമ്മമ്മ അച്ഛനൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. അവർക്ക് ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. അപ്പൊ അതെല്ലാം ഒന്ന് കണ്ട് വീട്ടിലെല്ലാം ഒന്ന് കയറ്റിയിട്ട് അങ്ങനെ വരാന്ന് വെച്ചിട്ടാണ്. അപ്പൊ വേഗം കുറുക്കാക്കട്ടെ, എന്നിട്ട് കുളിപ്പിക്കണം, എന്നിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട്. യാമിക്കുട്ടിയുടെ ഫുഡിനെ പറ്റിയുള്ള എല്ലാവരും ചോദിക്കലുണ്ട്. അപ്പൊ യാമിക്ക് നമ്മള് ഫസ്റ്റ് റാഗി സ്റ്റാർട്ട് ചെയ്ത് പിന്നെ കായ്പൊടി, അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇടുമോ എന്നെല്ലാം പറയലുണ്ട്. ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം, എന്നാലും ജസ്റ്റ് പറയുന്നതാണ്. കുറെ കമന്റ്സ് വരുന്നതുകൊണ്ട്. ഇപ്പൊ ഇത് അമൃതം പൊടിയാണ് കേട്ടോ. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് റാഗി കായ്പൊടിയിലാണ്. അതിൽ കുറച്ച് കൊടുത്ത് ഒന്ന് ഓക്കെ ആണെന്ന് മനസ്സിലാക്കിയിട്ടാണ് പിന്നെ അമൃതം പൊടി കൊടുക്കാൻ വേണ്ടി തുടങ്ങിയത്. പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് ജസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫുഡിന്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയാണെന്നുള്ളത് പിന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഞാൻ യാമിനെ വേഗം കുളിപ്പിച്ചിട്ട് കുറുക്ക് കൊടുക്കാന്നാണ് വിചാരിച്ചത്. പക്ഷെ യാമിക്ക് നല്ലോണം ഉറക്കം വന്നു. അപ്പൊ പിന്നെ കുളിയും കൂടെ കഴിയുമ്പോ കുറുക്കൊന്നും കുടിക്കൂല. ഇനിയിപ്പൊ കുറുക്ക് കുടിച്ചിട്ട് കുറച്ചേരം ഉറങ്ങിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് പിന്നെ കുളിപ്പിക്കാം. അങ്ങനെ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ടേ. എന്നാ ഇപ്പൊ നമ്മൾ ഇങ്ങനെയാണ് യാമിക്ക് കുറുക്കെല്ലാം കൊടുക്കുന്നത്. ഇതാ ഈ ഒരു സ്ക്വീസർ, ഈ സാധനം ഭയങ്കര ഉപകാരമുള്ള സാധനം. ഞാൻ നീച്ചൂട്ടിന്റെ സമയം മുതലേ ഉപയോഗിക്കുന്നതാണ്. ഇതല്ല, ഇതേപോലത്തെ സാധനം നീച്ചൂട്ടിക്ക് വാങ്ങിയിട്ടുണ്ടായിന്. അപ്പൊ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ബൗളും സ്പൂണും ഒന്നും വേണ്ട, നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ കൊടുക്കാനും പറ്റുവേ. ഇപ്പൊ ഇത് ഇങ്ങനെയാണ് കുടിക്കല്, കണ്ടാ? വായ തുറന്ന് കാണിച്ചില്ല, എങ്ങനെയാണ് കുടിക്കേണ്ടത് ശരിക്കും മനസ്സിലായിട്ടില്ല. പിന്നെ ഒരു നിപ്പിൾ ബോട്ടിലില് വെള്ളം എടുത്ത് വെക്കും. ഇടക്കിടക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കുറുക്ക് കൊടുക്കാൻ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ മുതൽ തന്നെ വെള്ളവും സ്റ്റാർട്ട് ചെയ്യണേ, എന്നാലേ വയറ്റിന്ന് പോകുമ്പോൾ കുറച്ച് ലൂസായിട്ട് പോകലും. വെള്ളവും നല്ലോണം കൊടുത്തു തുടങ്ങണം. പിന്നെ ഞാനിത് ഈ കുളിപ്പിക്കുന്ന ഈ ടബിൽ വെച്ചിട്ടാണ് ഇപ്പം തൽക്കാലത്തേക്ക് കൊടുക്കുന്നത് കേട്ടോ. ഫുഡ് നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോഴെല്ലാം വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ആ ഒരു പൊസിഷൻ കറക്റ്റ് ആയിരിക്കും. അതുപോലെ അടിയിൽ ഇതാ ഈ പ്ലേമാറ്റ്, ഇതും ചോദിക്കലുണ്ട് എല്ലാവരും ഇവിടുന്ന് മേടിച്ചേന്ന്. ഇതെല്ലാം ഞാൻ ഓൺലൈനായിട്ട് മേടിച്ചു തന്നെയാണ്. എല്ലാ സാധനവും ഞാൻ ടാഗ് ചെയ്യാം കേട്ടോ. ആർക്കെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോ. ഇനിയിപ്പോ ഫുഡ് കുറച്ചും കൂടി ഇരിക്കാനെല്ലാം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കൊടുക്കാൻ ഹൈ ചെയർ വേണമല്ലോ, അത് മേടിക്കണം. അതാകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് കൺവീനിയന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പൊ അത് ഒരെണ്ണം മേടിക്കണം. ഇച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് റെഡിയായാ? റെഡി? നമുക്ക് റെഡിയാവണ്ടേ? യാമി വേഗം കുറുക്ക് കുടിച്ചിട്ട് കുളിക്കട്ടെ, എന്നിട്ട് നമുക്ക് അപ്പോഴേക്കും എല്ലാം എടുത്ത് വെച്ച് സെറ്റ് ആക്കാം. ഓക്കെ? അവരോട് ഓക്കെ പറ. Yummy, 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 yummy. അപ്പൊ ഇതാ യാമിക്കുട്ടി ഉറക്കെല്ലാം കഴിഞ്ഞ് എണീച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ ഏകദേശം എല്ലാം കൊണ്ടുപോകേണ്ട സാധനവും ഡ്രസ്സും എല്ലാം എടുത്ത് വെച്ച് എന്റെ മേലെല്ലാം കഴുകി ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി യാമീനെ ഒന്ന് കുളിപ്പിക്കണം. അതാണ് അടുത്ത പ്ലാൻ എന്ന് പറയുന്നത്. വേഗം എണീക്കൂട്ടാ, ഉറക്കെല്ലാം അത്രേ ഇല്ലൂ. പിന്നെ ഈ തൊട്ടില് ചെറിയ ഇങ്ങനെ ഫാന് ഡയറക്റ്റ് കൊള്ളാത്തോണ്ട് കുറച്ച് വേർക്കും നോക്ക്. അപ്പൊ അത് വലിച്ച് ഇങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞാല് കുറച്ച് നേരം ഉറങ്ങിക്കോളും. ഇപ്പൊ എണ്ണ തേക്കലെല്ലാം ടാസ്ക് ആണ് കേട്ടാ. എങ്ങനെ നിന്നിട്ടില്ല, തുള്ളി പോവാൻ തുടങ്ങിയതാ. പോന്നാ കാണിച്ചു കൊടുക്ക് കേട്ടോ. ഇതാ കൊമ്പനാനക്കുട്ടപ്പ, അതാണ് ഇപ്പോഴത്തെ. ഇങ്ങനെ നിന്ന് ആടും, അതാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി. കാല് അതാ
മുട്ട എടുത്ത് വെക്കല, ഈ കാലിന്റെ മുട്ട എടുത്തെടുത്ത് വെക്കും. പക്ഷെ കൈ നീക്കേണ്ടത് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് പെട്ടെന്ന് ടപ്പേന്ന് വന്നിട്ട് വീണു പോകും. അതാണ് പരിപാടി. എണ്ണ തേച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം കിടത്താന്ന് വിചാരിച്ചാൽ നടക്കൂല. കോയപ്പാക്കി അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോയി ഈ ഷീറ്റെല്ലാം വേവിച്ച് കടിച്ച്. അതുകൊണ്ട് അതൊന്നും നടക്കില്ല. ഇപ്പൊ എണ്ണ തേപ്പിക്കൽ കുളിക്കാൻ വേണ്ടിട്ട് ഓടല, അതെല്ലാം ഒപ്പരാണ്. അപ്പൊ ഞാൻ ചൂടുവെള്ളം വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതാ പോന്നാ വാ എണ്ണ തേക്കാല. യാമിസി ഇങ്ങോട്ട് വാ. പൊന്നാ യാമി ഇന്നാ, യാമി ഇന്നാ 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 എടുത്തോ എടുത്തോ. വാ വളക്ക് വളക്ക് വാ, വളച്ചോ വളച്ചോ വാ. അതാ അത് കടിക്കല്. അതാ ഇതാണ് മെയിൻ ഹോബി. ഈ ബ്ലാക്ക് കളർ കണ്ട അപ്പൊ കടിക്കണം നമുക്ക്. വാ എണ്ണ തേക്കാല നമുക്ക്. വാ എണ്ണ തേക്കാല. അമ്പോറ്റി അമ്മ കുഞ്ഞാപ്പിയാന്. അപ്പൊ എണ്ണ തേച്ച് കൊടുക്കട്ടെ. നമ്മളിപ്പോ യൂസ് ചെയ്യുന്നത് ലവ് ലാപ്പിന്റെ ഒലിവ് ഓയിലാണ് കേട്ടാ. പണ്ടേ കേട്ടിട്ടുണ്ട് ഒലിവ് ഓയിൽ പിള്ളേരുടെ സ്കിന്നിനും അതുപോലെ തന്നെ ഹെയറിനും എല്ലാം നല്ലതാണെന്ന്. അപ്പൊ ഇപ്പൊ കുറച്ച് നാളായിട്ട് നമ്മൾ ഇതന്നെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടാ. ഉപയോഗിച്ചപ്പോ എനിക്ക് നല്ലതായിട്ട് തോന്നി. സ്കിന്നെല്ലാം നല്ല ഒരു മോയ്സ്ചറൈസ്ഡ് ആയിട്ട് നല്ലൊരു ഫീല് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതാണ് സംഭവം. ഇതിനിടയ്ക്ക് തന്നെ കുറെ പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ കറന്റ് ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം 6 മാസം കഴിഞ്ഞല്ലോ വാവക്ക്. അതുകൊണ്ട് അപ്പൊ ഞാൻ ഇതിന്റെ ലിങ്ക് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു 1-2 പേർക്ക്. അപ്പൊ പിന്നെ ചെയ്താലും വീഡിയോയിലും കൂടെ കാണിക്കാന്ന് വെച്ചു. ഇത് 100% നാച്ചുറൽ ആയിട്ടുള്ള ഒലിവ് ഓയിൽ ആണ് കേട്ടോ. ഈ ലവ് ലാപ്പ് ഒലിവ് ഓയിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ തേച്ച് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ നല്ല സോഫ്റ്റ് ആവും സ്കിന്ന്. അല്ലെങ്കിൽ തന്നെ ബേബി സ്കിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നല്ല സോഫ്റ്റ് ആയിരിക്കും. പക്ഷെ ഇതും കൂടെ തേച്ച് നമ്മളിങ്ങനെ മെൽറ്റ് ആവുന്ന പോലെ തോന്നും. അതുപോലെ നാപ്പി റാഷ് റെഡ്യൂസ് ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ ഇത്. അപ്പൊ അവസ്ഥ നിങ്ങൾ കണ്ടില്ല, എണ്ണ തേച്ചിട്ട് എങ്ങനെയും കിടക്കുന്നില്ല കേട്ടാ. ഇനിയിപ്പൊ നേരെ കൊണ്ടുപോയിട്ട് കുളിപ്പിക്കാം. നമുക്ക് കുളിക്കാം. ഞങ്ങൾക്ക് ഇപ്പൊ കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ വാവ ഉണ്ടാവുമ്പോ മാത്രമാണ് കുറച്ചെങ്കിലും കരയലുള്ളത് ഇരിക്കുമ്പോ. ഇപ്പൊ കുളിക്കാനും വെള്ളത്തിൽ കളിക്കാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അല്ലേ യാമി? ഇപ്പൊ ഇഷ്ടമല്ലാത്ത കാര്യം എന്താ അമ്മ പറഞ്ഞു കൊടുക്കട്ടെ എല്ലാവർക്കും? തല തുടക്കാൻ ഇഷ്ടമല്ല നമുക്ക്. കുളിച്ചു കഴിഞ്ഞാൽ തല തുറക്കാൻ വേണ്ടിട്ട് ഇഷ്ടമല്ല. നമ്മള് കുളിച്ചിട്ട് വരെ ടാറ്റാ യാമി, ടാറ്റാ ടാറ്റാ. കുളിക്കട്ടെ. ഓ പുഷ്കു. അപ്പൊ നിച്ചു ചേച്ചി ഇത് റെഡി ആവുന്നുണ്ട്. യാമിക്കുട്ടി ഏകദേശം ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് വേഗം ഒന്ന് റെഡി ആയിട്ട് ഇറങ്ങട്ടെ, ഇല്ലെങ്കിൽ എന്തായാലും വൈകും ഇറങ്ങാൻ. യാമിക്ക് ഇങ്ങനെ ഇടയ്ക്ക് കണ്ണെഴുതി പുരികം വരയ്ക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ണെഴുതല്ല കേട്ടോ, കണ്ണിന്റെ ഉള്ളിൽ ഇതുവരെ കൺമഷ ഇട്ടിട്ടില്ല. അത് നിച്ചൂട്ടിക്ക് പോലും ഇട്ടിട്ടില്ല. 4.5 വയസ്സായില്ലേ. കണ്ണിന് വാല് വരച്ചു കൊടുക്കും, പുരികം എഴുതും. അത്ര മാത്രമേ ചെയ്യലുള്ളൂ കേട്ടോ. അതും ഇടയ്ക്ക് മാത്രം. അപ്പൊ നമ്മള് റെഡി ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടേ. ഇതാ എല്ലാരും സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഏട്ടൻ മുമ്പിലുണ്ട് വണ്ടി ഓടിക്കുന്നത്. പഞ്ചായത്ത് എത്തി ഒന്ന് നിർത്തിയിട്ടുണ്ട്. 1-2 സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അത് മേടിച്ചിട്ട് നമുക്ക് നേരെ വിടാം. ഉറങ്ങിയാ ഉറങ്ങിയാ? യാമീശന് ചെറുതായിട്ട് ഉറക്കെല്ലാം വരുന്നുണ്ട്. അങ്ങനെ പോയി പയ്യന്നൂർ എത്തിയിട്ടുണ്ട്. ഒരു നമ്മുടെ നാടിന്റെ മണം കൊച്ചി എത്തി എന്നൊക്കെ പറയുന്ന പോലെ പയ്യന്നൂർ എത്തുമ്പോൾ ഒരു സ്പെഷ്യൽ ഫീലാണ് കേട്ടോ. ഇനി നേരെ കാങ്കോലേക്കാണ് പോകുന്നത്, എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക്. അമ്മമ്മേൻ്റെ അച്ഛനെയും കണ്ടിട്ടാണ് കോറോത്തേക്ക് പോകുന്നത്. അമ്മമ്മേൻ്റെ അച്ഛൻ്റെയും വീഡിയോസ് ഒന്നും അധികം എടുക്കാൻ പറ്റില്ല. ഇവിടെ കോറോത്തെ അമ്മമ്മ ആയാലും വയ്യാണ്ട് നിൽക്കുകയെന്ന് കേട്ടോ. അതുകൊണ്ട് അവരധികം വീഡിയോസിലൊന്നും കാണിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ കാങ്കോല എത്തിയിട്ടുണ്ട്. എൻ്റെ അമ്മേൻ്റെ നാടാണ്. നേരെ നമ്മൾ അമ്മമ്മേൻ്റെ അച്ഛനെയും കാണാനാണ് വന്നത്. അപ്പൊ ഇവിടുന്ന് ഇനി എന്റെ വീട്ടിലേക്ക് പോകണം. അപ്പൊ അമ്മമ്മക്കും അച്ഛനും അറിയില്ല നമ്മൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല കേട്ടാ. ഏതായാലും പോട്ടെ. ഇത്ര വേറെ വെയിലുണ്ടായിട്ടില്ലേ? ഇവിടെ എത്തുമ്പോഴേക്കും ചെറിയ വെയിലെല്ലാം വന്നിട്ടുണ്ട്. വന്നേ ഓടല്ല നിച്ചൂട്ടി, വീണു. അച്ഛനവിടെ ഇരിക്കുന്നുണ്ട്. അച്ഛാ അമ്മമ്മേ
കുറച്ച് നേരം അമ്മമ്മേൻ്റെ അടുത്ത് ഇരുന്ന് വരുന്ന വഴിക്ക് കോറത്ത് അമ്മമ്മേനെയും കണ്ടിട്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവരെല്ലാം വയ്യാണ്ട് എന്തെങ്കിലും അസുഖങ്ങളാക്കിയിരിക്കുന്ന അതായതുകൊണ്ട് വീഡിയോസിലൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയേ. യാമിക്കുട്ടി കുഞ്ഞുസാന വേറെ കുഞ്ഞുസാന വേദ ചേച്ചി ഉണ്ടാ, മാളു ചേച്ചിയും വേദ ചേച്ചിയും ഉണ്ടാ. അപ്പോൾ വീഡിയോ എടുക്കുന്ന കണ്ട ഉടനെ അനിതമ്മ ഉള്ളിലേക്ക് ഓടിയ അയ്യോ വീഡിയോ എന്നും പറഞ്ഞിട്ട് അതാ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ പുറത്തേക്ക്. വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പുറത്ത് വരില്ല എന്നും പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അങ്ങനെ യാമിക്കുട്ടീനെ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ക്യൂ നിൽക്കുമെന്ന്. അപ്പം നമ്മൾ വീട്ടിലെത്തിയേ. ഭയങ്കര യാമിക്ക് ഉറക്കെല്ലാം വന്നിട്ട് കരച്ചിലായിരുന്നു. വന്നാട് കുറച്ച് കുറുക്കും കൊടുത്തിട്ട് വേഗം ഉറക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ എണീക്കുമായിരിക്കും. കുറച്ച് നേരം ഉറക്കം കിട്ടിയാൽ ആ ഒരു സുഖം കിട്ടുമല്ലോ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാന്ന് ഉച്ചയായി എത്തുമ്പോഴേക്ക് വേഗം ഫുഡെല്ലാം കഴിക്കട്ടെ. എല്ലാവരും സെറ്റായ ചെറിയ ഇല എടുത്തോ, നിശ്ചയം ചെറിയ ഇല കൊടുത്തേ. ബിരിയാണിയാ എന്തിയാ അടിപൊളിയാ. നിശ്ചയ കൊറേ അച്ചാറുകൾ എടുത്തിനല്ലോ. എങ്ങനെയുണ്ട് പൊന്നു ബിരിയാണി? വേദക്കുട്ടി എങ്ങനെയുണ്ട്? സൂപ്പറാ. ഫുഡെല്ലാം കഴിച്ചിരിക്കുമ്പോഴേക്കും ഇതാ നല്ലൊരു മഴ വന്നു കേട്ടോ. എനിക്ക് പോയിട്ട് ഭയങ്കര സന്തോഷമായി. എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലത്തെ മഴ ഞാൻ കണ്ടിട്ട് കുറേ കാലമായി. നിങ്ങൾക്ക് അതിനകത്ത് ഇത്രയെല്ലാം എക്സൈറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നുണ്ടെങ്കിലും എന്തായാലും എനിക്കെന്തോ ഭയങ്കര സന്തോഷമായിട്ടാണ്. ഈ ഒരു മഴ വീട്ടിലിരുന്നുകൊണ്ട് ആ ഒരു നമ്മുടെ നാട്ടിലത്തെ ആ ഒരു മഴ കണ്ടിട്ട് കുറേ കാലമായതുകൊണ്ട് നല്ല മഴയാണ് കേട്ടോ പെയ്തത്. വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് വരുന്നുണ്ടായിന്. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി. നമ്മുടെ വീട്ടിലുണ്ടല്ലോ ഫുള്ള് മരങ്ങളെല്ലാം ആയതുകൊണ്ട് നല്ല മഴ വരുമ്പോൾ മഴക്കാർ വരുമ്പോൾ തന്നെ നല്ലോണം ഇരുടാവും. അങ്ങനെ ഒരു നല്ല സുഖമാണ് ആ ഒരു സമയത്ത് അങ്ങനെ പുറത്തെല്ലാം ഇരിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കഴിയുമ്പോഴേക്ക് ഇതാ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കളിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. മാളു ചേച്ചി വരുമ്പോൾ പ്ലേ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിന്. ഈ വേദക്കുട്ടി എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ മോളാണ് കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ് അപ്പാപ്പൻ്റെ വീട്. അവരുടെ കസിൻ സിസ്റ്ററിൻ്റെ മോളാണ്. തൊട്ടടുത്ത ദിവസമാണ് മാളൂട്ടിൻ്റെ ബർത്ത്ഡേ ഉണ്ടായത്. അപ്പം നമ്മളെല്ലാവരും കൂടിയുള്ള സ്ഥിതിക്ക് ഒരു കേക്ക് കട്ടിങ്ങെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിന്. മാളുവിന് അറിയില്ല, സർപ്രൈസ് ആയിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ മാളു. മാളു അച്ഛൻ വരട്ടെ. അച്ഛൻ ഇപ്പം വരും, എന്നിട്ട് മുറിക്കാട്ടാ. മാളൂട്ടിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ചേച്ചിക്ക് കൊടുക്കാൻ ഗിഫ്റ്റ് മേടിക്കണം എന്ന് പറഞ്ഞിട്ട് വരുമ്പം തന്നെ നീച്ചോട്ട് ഫാൻസിയിൽ നിന്ന് കുറച്ച് ഗിഫ്റ്റ് എല്ലാം വാങ്ങിച്ചിട്ടാണ് വന്നത്. വന്നാട് ചെവിയിൽ പറയുകയും ചെയ്തു ചേച്ചിക്ക് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് ഉണ്ട്, പക്ഷേ ഇപ്പം തരില്ല, പിന്നെ തരുമെന്നെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഇട്ട ഡ്രസ്സിന് നീച്ചോട്ടി കൊണ്ടുവന്ന മാല നല്ല മാച്ചാന്ന് പറഞ്ഞത് ഇപ്പം തന്നെ ഇടാം കയ്യോടെ എന്ന് പറഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചേച്ചി. അച്ഛൻ വരണം, അച്ഛനും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അത് ചോപ്പാണ്, കുഞ്ഞു കമ്മലാണ്. നാളെ ഇങ്ങോട്ടൊക്കെ പ്രൊമോട്ടൻ ഇല്ല കേട്ടോ. പ്രൊമോട്ടന് പണി ഉണ്ടായതിനെ അതുകൊണ്ട് വരാൻ പറ്റിയിട്ട. അച്ഛനും പണിക്ക് പോയിട്ട് വരാൻ ഇന്ന് കുറച്ച് ലേറ്റായി. അതുകൊണ്ടാണ് കേക്ക് കട്ടിങ്ങെല്ലാം കുറച്ച് വൈകിയത്. ഞാൻ ഇങ്ങനെ ഒരു നെയിൽ പോളിഷ് എടുത്തതാണ്, പക്ഷെ മാളൂട്ടിൻ്റെ ഡ്രസ്സിന് കറക്റ്റ് മേച്ച്, ആ ഗ്ലിറ്റർ അടക്കം കറക്റ്റായിട്ട് മേച്ചായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇടാന്ന് പറഞ്ഞു. അത് ഇത്ര വൈകീനി ഓ അരി വന്നിനി. അച്ചച്ച വന്നാ, അച്ചച്ച വന്നാ. അങ്ങനെ ചെറിയൊരു കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിള്ളേർക്കും ഭയങ്കര സന്തോഷമായി. ഒരു കേക്ക് കട്ടിങ് എല്ലാം ആയതുകൊണ്ട് അച്ഛനും അപ്പോഴേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ അല്ലെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ എത്തലുണ്ട്. ഇപ്പം അതാ പറയും, നമുക്ക് എന്തെങ്കിലും തിരക്കിട്ട് വരേണ്ട സമയത്ത് വൈകിപ്പോവും, പണി കുറച്ചും കൂടി ഉണ്ടായിന്, തീർന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കേക്കെല്ലാം കൊടുത്ത് അപ്പോഴേക്ക് ഇതാ അച്ഛൻ ഒരു വാഴക്കൊല വെട്ടി വെച്ചിട്ടുണ്ട്. കദളിപ്പഴമാണ്, ആദ്യമായിട്ടാണ് അതിന് പിടിക്കുന്നത്. അപ്പോൾ അച്ഛൻ നമ്മളെല്ലാവരും കൂടെ വരുന്നുണ്ട് പറഞ്ഞുകൊണ്ട് കാത്തു നോറ്റ് വെച്ചതാണ്. നമ്മൾ വരുമ്പം കട്ട് ചെയ്യാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്.
അച്ഛൻ ഇങ്ങനെയാണേ, നമ്മൾ വരാൻ നിൽക്കുന്നുണ്ട് എന്നുള്ള സിറ്റുവേഷനിൽ വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാത്ത് സൂക്ഷിച്ച് വെക്കൂട്ടെ. നമ്മളും കൂടെ വന്നിട്ട് മുറിക്കാന്നെല്ലാം പറഞ്ഞിട്ട് ചെറിയ ഇടിഞ്ചൊക്കെ ആയാലും ഇങ്ങനത്തെ പഴമായാലും കാമ്പ് എല്ലാം കിട്ടുമല്ലോ വാഴേൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്ത് സൂക്ഷിച്ച് വെക്കുവേ. അപ്പോൾ കയ്യോടെ അച്ഛൻ എല്ലാം വൃത്തിയാക്കുന്നുണ്ട്. അച്ഛൻ അടങ്ങിയിരിക്കുകയേ ഇല്ല കേട്ടോ. ഇതാ പണിക്ക് പോയി വന്നതേ ഉള്ളൂ. ആ കേക്ക് ജസ്റ്റ് കട്ട് ചെയ്തു ഇതാ ഇറങ്ങിയിട്ടുണ്ട് പറമ്പിലേക്ക്. പിന്നെ കുറച്ച് നേരം എല്ലാവരും കൂടെ വർത്താനെല്ലാം പറഞ്ഞിരുന്ന് അത്രയും സമയമുള്ളൂ. സമയം ദാന്ന് പറഞ്ഞിട്ട് പോയി അവിടെ എത്തുമ്പോഴേക്കും. അപ്പോഴേക്കും എൻ്റെ അമ്മ ചായ എല്ലാം വെച്ചു. അച്ഛൻ വരുമ്പോൾ കടിയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിനെ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കടികളെല്ലാം ഉണ്ട് നമ്മുടെ നാട്ടിലത്തെ. അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് നമ്മൾ ചായ എല്ലാം കുടിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ഇറങ്ങിയിട്ട് വീട്ടിൽ നിന്ന്. വൈകുന്നേരം ആകുമ്പോൾ നല്ല മഴയെല്ലാം വന്നാലോ എന്ന് വെച്ചിട്ട് അധികം സമയം നിന്നിട്ടില്ല, കുറച്ച് കഴിയുമ്പോഴേക്കും ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് വന്ന കുറച്ച് വിശേഷങ്ങളൊന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ. അധികം കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറേ നാളുകൾക്ക് ശേഷം പോകുന്നതല്ലേ, കുറേ വർത്താനം പറഞ്ഞിരുന്നു. പിന്നെ അമ്മമ്മേനെ അച്ഛനും ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും എന്തെങ്കിലും അസുഖങ്ങളായിട്ട് പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അത്ര കംഫർട്ട് ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അധികം വീഡിയോ എടുക്കാണ്ടിരുന്നത്. വീട്ടിൽ പോയിട്ട് കുറച്ച് നേരം നിന്ന് അപ്പോഴേക്ക് വരാനും ആയി. പിന്നെ ഒരു ദിവസം ഇനി നിൽക്കാനായിട്ട് പോകുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.